പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠമായ വർഗ്ഗങ്ങളാണ്. ഒന്ന്, 4, 9, 16, 25 ഇങ്ങനെ പോകുന്നൊരു ശ്രേണി എടുത്താൽ ഇതിന് നമുക്ക് പൂർണ്ണവർഗ്ഗങ്ങൾ എന്ന് പറയാം. ഇത് ഒരു പൂർണ്ണവർഗ്ഗങ്ങളുടെ ശ്രേണിയാണ്. അതായത് 1, 2, 3, 4 ഇങ്ങനെ പോകുന്ന എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളാണ് 1, 4, 9, 16, 25 എന്നിങ്ങനെ പോകുന്ന ശ്രേണി എന്ന് പറയുന്നത്. അതായത് 1 ഘാതം 2, 1 ഗുണിക്കണം 1, 2 ഘാതം 2, 2 ഗുണിക്കണം 2, 1 ഗുണിക്കണം 1 എന്ന് പറഞ്ഞാൽ 1, 2 ഗുണിക്കണം 2 എന്ന് പറഞ്ഞാൽ 4, 3 ഘാതം 2, 3 ഗുണിക്കണം 3 അപ്പം 9. അതുപോലെ തന്നെ 4 ഘാതം 2 എന്ന് പറഞ്ഞാൽ 4നെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ്, അതായത് 16. 5 ഘാതം 2 എന്ന് പറഞ്ഞാൽ 5 ഗുണിക്കണം 5 സമം 25. ഇങ്ങനെ കിട്ടുന്ന ഈ ശ്രേണിയാണ് നമ്മൾ പൂർണ്ണ വർഗ്ഗങ്ങളുടെ ശ്രേണി എന്ന് പറയുന്നത്. ഇതെന്താണ്? 1, 4, 9, 16, 25 ഇങ്ങനെ പോകുന്ന ഈ സംഖ്യാശ്രേണിയാണ് നമ്മൾ പൂർണ്ണവർഗ്ഗങ്ങളുടെ ശ്രേണി എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് വലിയ സംഖ്യകൾ എടുത്താലോ, നമുക്കിങ്ങനെ കണ്ടുപിടിക്കുന്നത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. ഇപ്പം 11ന്റെ സ്ക്വയറാന്ന് വെച്ചാൽ ഇങ്ങനെ പോയിട്ട് 11ന്റെ സ്ക്വയർ, അതായത് 11 ഘാതം 2 നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 11 ഗുണിക്കണം 11 അല്ലേ? ഇതിന് ഒരെളുപ്പ വഴിയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചതുര ഗുണിതം. എങ്ങനെയാണ് ചതുര ഗുണിതത്തിലൂടെ കണ്ടുപിടിക്കുന്നത് നോക്കാം. ചതുര ഗുണിതം രീതി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 11ന്റെ സ്ക്വയർ, അതായത് 11ന്റെ വർഗ്ഗമാണ് കണ്ടുപിടിക്കേണ്ടത്. 11ന്റെ വർഗ്ഗം. അപ്പോൾ 11ന്റെ വർഗ്ഗത്തിന് ഞാൻ 2 ഭാഗങ്ങളാക്കി എഴുതുന്നുണ്ട്. 10 കൂട്ടണം 1, അതാണ് 10 കൂട്ടണം 1 ഘാതം 2, അതാണ് 11 ഘാതം 2 എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് ചതുര ഗുണിത രീതിയിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ആദ്യം 10, ഇവിടെ 1, ഇവിടെ 10, ഇവിടെ 1. നമ്മൾ എന്ത് ചെയ്യുക? 10 ഗുണിക്കണം 10, ഈ മുകളിലുള്ള 10ഉം ഈ സൈഡിലുള്ള 10ഉം കൂടി ഗുണിച്ചിട്ട് നമുക്ക് 10 ഗുണിക്കണം 10 എത്രയാണ്? 100 ഉത്തരം. 10 ഗുണിക്കണം 10 എന്ന് പറഞ്ഞാൽ 100. ഇനി എന്ത് വേണം? ഈ 10ഉം ഈ 1ഉം കൂടി ഗുണിച്ചിട്ട് ഇവിടെ എഴുതണം. 10 ഗുണിക്കണം 1 എന്ന് പറഞ്ഞാൽ ഉത്തരം എത്രയാണ്? 10. അതുപോലെ തന്നെ ഈ 10ഉം ഈ 1ഉം കൂടി ഗുണിച്ചിട്ട് നമുക്ക് ഈ കോളത്തിൽ എഴുതണം. അപ്പോൾ 10 ഗുണിക്കണം 1 10. ഇനി എന്ത് വേണം? അടുത്ത ഈ കോളത്തിൽ 1നെ 1 കൊണ്ട് ഗുണിച്ചിട്ട് എത്രയാണ് ഉത്തരം കിട്ടുന്നത്, അതാണ് ഈ കോളത്തിൽ എഴുതേണ്ടത്. 1 ഗുണിക്കണം 1 1. നമുക്കിത് എഴുതി നോക്കാം. ആദ്യം എന്ത് വേണം? ഈ ചതുരത്തിലുള്ള ആദ്യത്തെ 2 കോളങ്ങളിലുള്ളത്, അതായത് 100 കൂട്ടണം 10 110 കൂട്ടണം 10 കൂട്ടണം 1 11. അപ്പം എന്ത് കിട്ടും? 0ന്റെ ഒന്നിച്ച് 1 കൂട്ടിയാൽ 1, 1 കൂട്ടണം 1 2, 121. അപ്പം നമുക്ക് എന്ത് കിട്ടി? 11ന്റെ സ്ക്വയർ, അതായത് 11ന്റെ വർഗ്ഗം എന്ന് പറയുന്നത് 121 കിട്ടി. നമുക്ക് ചതുര ഗുണിതം എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ 12ന്റെ ഗുണിതം എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. ഇതിനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 10 ഗുണിക്കണം 10 കൂട്ടണം 10 ഗുണിക്കണം 1 കൂട്ടണം 10 ഗുണിക്കണം 1 കൂട്ടണം 1 ഗുണിക്കണം 1. ഇതാണ് നമ്മുടെ ഈ ചതുരത്തിന്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ള ഗണിതം. 10 കൂട്ടണം 1 10 ഗുണിക്കണം 10 എന്ന് പറഞ്ഞാൽ 10 ഘാതം 2 കൂട്ടണം 10 ഗുണിക്കണം 1 10 ഗുണിക്കണം 1. അത് എത്ര പ്രാവശ്യമുണ്ട്? 2 പ്രാവശ്യമുണ്ട്. അപ്പൊ 2 ഗുണിക്കണം 10 ഗുണിക്കണം 1.
1 ഗുണിക്കണം 1 എന്ന് പറഞ്ഞാൽ 1/2. ഇതെല്ലാം കൂടി കൂട്ടിയാൽ എന്ത് കിട്ടും? 10 ഗുണിക്കണം 10 എന്ന് പറഞ്ഞാൽ 100 അല്ലേ? കൂട്ടണം. 2 ഗുണിക്കണം 10 ഗുണിക്കണം 1 എന്ന് പറഞ്ഞാൽ എത്രയാണ് ഉത്തരം? 20. 1 ഗുണിക്കണം 1 എന്ന് പറഞ്ഞാൽ 1. എല്ലാം കൂടി കൂട്ടിയാൽ 100 കൂട്ടണം 20 കൂട്ടണം 1 എത്രയാണ്? 121. നമുക്ക് 11/2 എന്ന് പറയുന്ന എത്ര കിട്ടി? 121 എന്ന് കിട്ടി. മനസ്സിലാവുന്നില്ലേ? നമുക്ക് 12/2 ഇതുപോലെ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അത് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 2 ഭാഗങ്ങളായിട്ട് എഴുതാം അല്ലെ? 12നെ ഞാൻ 10 കൂട്ടണം 2/2 ഇങ്ങനെ എഴുതാമല്ലോ. നമുക്ക് എഴുതാം. ഇനി നമുക്ക് ചതുര ഗുണിതം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ 10 ഇവിടെ 2 ഇവിടെ 10 ഇവിടെ 2. ഇനി എന്ത് വേണം? 10 ഗുണിക്കണം 10 എത്രയാണ് ഉത്തരം? 100 അല്ലേ? ഇനിയോ 10 ഗുണിക്കണം 2 എത്രയാണ് ഉത്തരം? 20. ഇനി എന്ത് വേണം? 2 ഗുണിക്കണം 10 എത്രയാണ് ഉത്തരം? 20. ഇനി എന്ത് വേണം? 2 ഗുണിക്കണം 2 എത്രയാണ് ഉത്തരം? 4. നമുക്കിതെല്ലാം കൂട്ടി നോക്കാം. ആദ്യത്തെ വരിയിൽ കൂട്ടി നോക്കിയാൽ എന്ത് കിട്ടും? 100 കൂട്ടണം 20 അപ്പൊ എത്ര കിട്ടി? 120 കിട്ടി അല്ലെ? ഇനി ഇവിടെയോ 20 കൂട്ടണം 4 24. അപ്പം 0 കൂട്ടണം 4 എത്രയാണ്? 4. 2 കൂട്ടണം 2 4. 144 നമ്മുടെ ഉത്തരം വരുന്നത്. അപ്പം 12ന്റെ വർഗം എന്ന് പറയുന്നത് എത്ര കിട്ടി? 144 അല്ലെ? നമുക്കതിനെ എങ്ങനെ എഴുതാം? അപ്പം 10 കൂട്ടണം 2/2 അല്ലെ? 10 കൂട്ടണം 2/2. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം. ആദ്യം എഴുതിയ പോലെയാണെങ്കിൽ 10 ഗുണിക്കണം 10 കൂട്ടണം 10 ഗുണിക്കണം 2 കൂട്ടണം 10 ഗുണിക്കണം 2 അല്ലെ? 2 പ്രാവശ്യമുണ്ട്. ഇവിടെ ഒരു 10 ഗുണിക്കണം 2 ഉണ്ട്, ഇവിടെ ഒരു 10 ഗുണിക്കണം 2 ഉണ്ട്. കൂട്ടണം 4 2 ഗുണിക്കണം 2. 10 ഗുണിക്കണം 10 10/2. ഇതെന്ത് വേണം? 10 ഗുണിക്കണം 2 10 ഗുണിക്കണം 2 2 പ്രാവശ്യമുണ്ട്. അപ്പൊ 2 ഗുണിക്കണം 10 ഗുണിക്കണം 2 കൂട്ടണം 2 ഗുണിക്കണം 2 എന്ന് പറഞ്ഞാൽ 2/2. അപ്പൊ 10/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് ഉത്തരം? 100. 10 ഗുണിക്കണം 10 അല്ലെ? ഇനി എന്ത് വേണം? 2 ഗുണിക്കണം 10 ഗുണിക്കണം 2 അത് എത്രയാണ്? 2 ഗുണിക്കണം 10 20. 20 ഗുണിക്കണം 2 40 കൂട്ടണം 2/2 എന്ന് പറഞ്ഞാൽ ഉത്തരം 4. എല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 100 കൂട്ടണം 40 കൂട്ടണം 4. 0 0 കൂടി കൂട്ടിയാൽ 0. പിന്നെയും ഒരു 4 കൂട്ടിയാൽ 4. 0 + 4 4 1. ഉത്തരം എത്ര കിട്ടി? 144. അപ്പം 12/2ന്റെ ഉത്തരം എത്രയാണ് കിട്ടിയത്? 144. ഇതുവരെ ക്ലിയർ അല്ലേ?